ചൈനയിലെ വൻമതിലിന് മുകളിലാണ് ഈ തിരുവാതിര കളി. സെറ്റ് സാരിയും വേഷ്ടിയും മുണ്ടും മറ്റുമണിഞ്ഞ് തിരുവാതിര കളിച്ചത് ഒരു കൂട്ടം മലയാളികളാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി ചൈന കാണാൻ പോയ മലയാളികളാണ് തിരുവാതിര കളിച്ചത്. മെയ് 7 പുലർച്ചെയാണ് 38 സംഘം വിനോദസഞ്ചാരത്തിനായി ചൈനയിലേക്ക് വിമാനം കയറിയത്. 9 ജില്ലകളിൽ നിന്നുള്ളവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. കണ്ണൂർ ആസ്ഥാനമായ യാത്രാനന്ദ ട്രാവൽ ഫ്യൂഷൻ കമ്പനിയാണ് യാത്രക്കാരെ കൊണ്ടുപോയത്. ട്രിപ്പ് ബുക്കിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ യാത്രികരെ ഉൾപ്പെടുത്തി വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി. വൻമതിലിന് മുകളിൽ തിരുവാതിര കളിച്ചാലോ എന്ന ആശയം ഗ്രൂപ്പിൽ ആദ്യം പോസ്റ്റ് ചെയ്തത് കണ്ണൂരിൽ നിന്നുള്ള ഹേമയാണ്. മെയ് 12 രാവിലെയാണ് ചൈനയിലെ വൻമതിൽ കാണാൻ ഇവർ പുറപ്പെട്ടത്. 44-നും 66-നും ഇടയിൽ പ്രായമുള്ള 10ഓളം പേരാണ് തിരുവാതിര കളിച്ചത്. ഇപ്രാവശ്യം യാത്രാനന്ദന്റെ ചൈന യാത്രയിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടീമൊക്കെ റെഡിയായപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടു, നമുക്കൊന്ന് ഒരു കേരള ഡ്രസ്സിൽ യാത്രാനന്ദ ടീമിന് ചൈനേൻ്റെ വൻമതിൽ, ലോകാത്ഭുതങ്ങളിൽ ഒന്നായ വൻമതിലിൻ്റെ മേലെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരു ഓർമ്മിക്കത്തക്ക അനുഭവമായിരിക്കുമല്ലോ എന്ന്. അപ്പം ഞാൻ ആ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു ആശയം പങ്കുവെച്ചപ്പോൾ എല്ലാവർക്കും ആരും എതിർപ്പൊന്നും പറഞ്ഞില്ല. അപ്പം നമ്മളങ്ങനെ യാത്ര മെയ് 6 പുറപ്പെട്ട് ചൈനയിലെത്തി. വൻമതിൽ പോയ ദിവസം മെയ് 12 അന്ന് രാവിലെ ഹോട്ടലിൽ പോകുമ്പോൾ വീണ്ടും എല്ലാവരും ഒന്നുകൂടെ ഒപ്പിച്ചു കേരള ഡ്രസ്സ് കയ്യിൽ കരുതണം. അങ്ങനെ നമ്മൾ കേരള ഡ്രസ്സ് ഇട്ട് അവിടെ പോയി. വിദേശികൾക്കൊക്കെ ഒരുപാട് അത്ഭുതമായിരുന്നു. എല്ലാവരും നമ്മളെ കൂടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ കൂടി. അപ്പം നമുക്ക് ആവേശം ഒന്നുകൂടെ കൂടിയതുകൊണ്ട് നമ്മളൊരു തിരുവാതിര സ്റ്റെപ്പുകളും കൂടെ അവിടെ അവതരിപ്പിച്ചു. അപ്പോൾ അതൊരു മറക്കാനാവാത്ത അനുഭവം അതിൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടാവും. തിരുവാതിര കണ്ട് ചൈനക്കാർക്കും അമ്പരപ്പായിരുന്നു.